ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ലൈഫ് ഇൻ ഡെസേർട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് സഹാറ ഡെസേർട്ടിലുള്ള ആൾക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവിടെ എന്തൊക്കെ ഫ്ലോറ എന്തൊക്കെ ഫോണ കാണുന്നുണ്ടായിരുന്നു, അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, അവിടുത്തെ ക്ലൈമറ്റ് എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോയി അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൾഡ് ഡെസേർട്ട് അല്ലെ. സഹാറ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ഡെസേർട്ട് ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കോൾഡ് ഡെസേർട്ടിനെ പറ്റിയിട്ടാണ്. ഏത് ഡെസേർട്ടാണ്? ലഡാക്ക്. ഓക്കെ, ദ കോൾഡ് ഡെസേർട്ട് ലഡാക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ലഡാക്ക് ഇസ് എ കോൾഡ് ഡെസേർട്ട് ലൈങ് ഇൻ ദ ഗ്രേറ്റ് ഹിമാലയാസ് അല്ലെ. ഹിമാലയ പർവ്വതം ഇല്ലേ, ഹിമാലയൻ മലനിരകളില്ലേ, അവിടെയുള്ള ഡെസേർട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ലഡാക്ക് എന്ന് പറയുന്ന ഡെസേർട്ട്. അതൊരു കോൾഡ് ഡെസേർട്ട് ആണ്. ഓൺ ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അല്ലെ. നമ്മുടെ ഇവിടെ മേലെ ടോപ്പിലായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിട്ടാണ്, ഇങ്ങനെ ഒരു സ്ഥലം, ഒരു പ്രദേശമായിട്ടാണ് ജമ്മു കാശ്മീർ ഉള്ളത്. അതിന്റെ എവിടെയാണ്? ഈസ്റ്റേൺ സൈഡിൽ അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗം ഈസ്റ്റ് ഇതല്ലേ, ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഏരിയയിലാണ്, ഈസ്റ്റേൺ സൈഡ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്തുള്ളത്, ലഡാക്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. And the Karakoram range in the north and the Zanskar mountains in the south enclose it. Several rivers flow through Ladakh. ലഡാക്ക് വഴി ഒത്തിരി റിവേഴ്സ് ഒഴുകുന്നുണ്ട്. Indus being the most important among them. ഏതാണ്? സിന്ധു നദി അല്ലെ. ഇൻഡസ് റിവർ ആണ് എന്ത് ചെയ്യുന്നത്, ആ ലഡാക്കിലൂടെ ഒഴുകുന്നതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി എന്ന് പറയുന്നത് ഏത് നദിയാണ്? ഇൻഡസ് റിവർ ആണ്. വേറെയും ഒത്തിരി റിവേഴ്സ് ലഡാക്ക് വഴി ഒഴുകുന്നുണ്ട്. ഓക്കെ, ദ റിവേഴ്സ് ഫോം ഡീപ് വാലീസ് ആൻഡ് ജോർജസ്. സെവറൽ ഗ്ലേഷ്യേഴ്സ് ആർ ഫൗണ്ട് ഇൻ ലഡാക്ക്. ലഡാക്കില് ഒത്തിരി ഗ്ലേഷ്യേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് ഗാംഗ്രി ഗ്ലേഷ്യർ. ഓക്കെ, സോ അത്തരം ലഡാക്കില് ഗ്ലേഷ്യേഴ്സും കാണാൻ പറ്റുന്നുണ്ട്, ജോർജസ് ആൻഡ് ഡീപ് വാലീസും റിവേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് ഇൻ ലഡാക്ക് വേരീസ് ഫ്രം 3000 meters in കാർഗിൽ. കാർഗിലില് 3000 meter വരെ ഹൈറ്റ് മുതൽ 8000 meter in the കാരക്കോണം. ഓക്കെ, കാരക്കോണത്തില് 8000 എന്ന് പറഞ്ഞാൽ 8 kilometers വരില്ല, അത്രയും ഹൈറ്റിൽ അല്ലെ. 3000 meter അബൌട്ട് കാർഗിലും 8000 meters അബൌട്ട് ഇൻ കാരക്കോണവും. ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. നിങ്ങൾ ആലോചിക്കണം, എത്ര കിലോമീറ്റർ അല്ല, 8 kilometer എന്ന് പറഞ്ഞാൽ അത്രയും മേലേക്കാണ് ഹൈറ്റ് പോവാണല്ലേ ചെയ്യുന്നത്. സോ ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ ക്ലൈമറ്റ് ഇസ് എക്സ്ട്രീംലി കോൾഡ് ആൻഡ് ഡ്രൈ അല്ലെ. ഏറ്റവും മേലേക്ക് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുമ്പോൾ എന്താണ്, സമുദ്രനിരപ്പിൽ നിന്ന് മേലേക്ക് 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 പോകുന്നതോറും ഭയങ്കര തണുപ്പാണ്, എക്സ്ട്രീം കോൾഡ് ആണ്. അത് കോൾഡ് ഡെസേർട്ട് ആണ് അല്ലേ ഇത്. ആൻഡ് the air at this altitude is so thin that the heat of the sun can be felt intensely. The day temperature in summer are just above 0 degree അല്ലെ. നല്ലൊരു സമ്മർ സീസൺ ആണെന്ന് വിചാരിച്ചോ, ഡേ ടെമ്പറേച്ചർ പകൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ ടെമ്പറേച്ചർ പകൽ ഉണ്ടാവുക? ഡേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 degree സെൽഷ്യസിന്റെ ജസ്റ്റ് അബോവ് 0 degree സെൽഷ്യസ് ഉണ്ടാവുക. നൈറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? -30 degree സെൽഷ്യസിനേക്കാളും താഴെ. ഒന്ന് ആലോചിക്കണേ, നമുക്ക് ഈ ഒരു 36, 37 അതൊരു 40 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പം 35, 34, 33 വരെ ഒന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാറില്ല അല്ലെ. അപ്പം ഇവിടെ 0 degree സെൽഷ്യസോ അല്ല, -30 degree സെൽഷ്യസ്, അത്രയും തണുപ്പിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീസിങ് കോൾഡ് അല്ലെ. ഐസ് എപ്പോഴാണ്, വെള്ളം എപ്പോഴാണ് ഏത് ടെമ്പറേച്ചറിൽ ഐസ് ആയിട്ട് മാറുന്നത്? അതാണ് 0 degree സെൽഷ്യസ് അല്ലെ. ആ ഒരു 0 degree സെൽഷ്യസിലാണ് വെള്ളം ഐസ് ആയിട്ട് മാറുന്നത്. അപ്പം അതിൽ നിന്നും താഴെയാണ് ഈ മൈനസ് എന്ന് പറയുമ്പോൾ, അതിനേക്കാളും താഴത്തെ വാല്യൂ ആണ്. അപ്പം അത്രയും തണുപ്പാണ്. ഇറ്റ് ഈസ് ഫ്രീസിങ് കോൾഡ് ഇൻ ദ വിന്റേഴ്സ് വെൻ ദ ടെമ്പറേച്ചർ മേ റിമൈൻ ബിലോ ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലെ. അപ്പൊ സമ്മർ സീസണിലെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു വിന്റർ സീസൺ ആണെങ്കിൽ എത്ര ആയിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാവുക അല്ലെ? നല്ല താഴ്ന്നു പോകുന്ന ടെമ്പറേച്ചർ ആയിരിക്കും. സോ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ലഡാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ലഡാക്ക് റേഞ്ച് ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്, ലഡാക്ക് റേഞ്ച് ആണ് കേട്ടോ. സോ as it lies in the rain shadow of the Himalayas,
there is little rainfall. അവിടെ ഹിമാലയത്തിന്റെ റെയിൻ ഷാഡോ വരുന്നുണ്ട് അല്ലെ, കരിനിഴൽ പ്രദേശം, ഒരു റെയിൻ ഷാഡോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന മഴയുടെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. ആസ് ലോ ആസ് 10 സെന്റിമീറ്റർ എവ്രി ഇയർ. ഒരു വർഷം മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മഴമാപിനിയിൽ അതിന്റെ അളവ് എടുത്തു നോക്കി കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ, അത്രയും കുറഞ്ഞ എമൗണ്ടിലുള്ള ഒരു മഴയാണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ദ ഏരിയ എക്സ്പീരിയൻസസ് ഫ്രീസിങ് വിൻഡ്സ് അല്ലെ, നല്ല തണുത്ത എന്താ പറയാ, നല്ല ഫ്രീസ് ആയി പോകുന്ന അങ്ങനത്തെ കാറ്റുണ്ടാവും. ആൻഡ് ബേണിംഗ് ഹോട്ട് സൺലൈറ്റ്, അല്ല സൺലൈറ്റ് നല്ല ബേണിംഗ് ഹോട്ടും ആയിരിക്കും. You will be surprised to know that as you sit in the sun with your feet in the shade, you may suffer from both sunstroke and frostbite at the same time. എന്താ പറയുന്നത്? ഭയങ്കര അല്ലെ, നല്ല ഹൈറ്റിലാണ്, എയർ ഭയങ്കര തിന്നാണെന്ന് നമ്മൾ പറഞ്ഞു, നന്നായിട്ട് സമ്മറും എഫക്റ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പം ചൂടും നന്നായി, സൺലൈറ്റും നന്നായിട്ട് എഫക്റ്റ് ആവും. അപ്പൊ എന്താ പറയുന്നത്? നമ്മള് ഒരു സണ്ണിന്റെ അവിടെ നിൽക്കുകയാണ്, നമ്മളെ കാല് ഷെയ്ഡിൽ വെച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം എന്ത് കിട്ടും? നമുക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് കിട്ടും. അതായത് നല്ല തണുപ്പിന്റെ ആ ഒരു ഫ്രോസ്റ്റ് ബൈറ്റ് ഇല്ലേ, തണുപ്പ് കാരണം ഉണ്ടാകുന്ന ഒരു പൊള്ളല്, അതുപോലെ തന്നെ നമുക്ക് സൺസ്ട്രോക്കും കിട്ടും. ഓക്കെ, അപ്പൊ രണ്ടും അറ്റ് എ ടൈം നമുക്ക് കിട്ടും. നല്ല തണുപ്പ് കാരണമുള്ള ഒരു ഇഞ്ചുറിയും നമുക്ക് വരും, അതുപോലെ തന്നെ നല്ല ചൂട് കാരണമുള്ള ഒരു ഇഞ്ചുറിയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ലഡാക്ക് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 words. ലഡാക്ക് എന്ന് പറയുന്നത് 2 വാക്കുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വേർഡാണ്. ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീനിങ് മൗണ്ടെയിൻ പാസ് എന്നാണ്. ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൗണ്ടെയിൻ പാസ്. ഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കൺട്രി. അപ്പം ലഡാക്ക് കൺട്രി, മൗണ്ടെയിൻ പാസ് അല്ലെ, അതാണ് ഒരു മൗണ്ടെയിൻ പാസ് ആണ് ലഡാക്ക് എന്ന് പറയുന്ന വേർഡ് മീനിങ്ങിന്റെ അർത്ഥം. ഡ്രാസ്, one of the coldest inhabited places on earth, is located in Ladakh. Ladakh is also known as Kapachan, which means snowland. അപ്പം ലഡാക്ക് അതിന് പറയുന്ന വേറൊരു പേരാണെന്ത്? കപ്പാച്ചൻ. കപ്പാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നോലാൻഡ് എന്നാണ് അർത്ഥം അല്ലെ, അത്രയും തണുപ്പുള്ള ഒരു സ്ഥലമാണ്. ഇനി അവിടുത്തെ ഫ്ലോറയും ഫോണയും എങ്ങനെയാണ്? ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? അവിടുത്തെ ചെടികളൊക്കെ എങ്ങനെയാണ്? ഇനി ഫോണ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആനിമൽസ് അല്ലെ, ജന്തുക്കള് എങ്ങനെയുള്ള ആൾക്കാരാണ്? ഫ്ലോറ ആൻഡ് ഫോണ. സോ ഡ്യൂ ടു ഹൈ aridity, the vegetation is sparse. There are scanty patches of grasses and shrubs for animals to graze. അല്ലെ, അവിടെ scanty patches of അല്ലെ കുറവാണ്. And groves of willows and poplars are seen in the valleys. During the summers, fruit trees such as apples, apricots and walnuts bloom. Summer season ഉണ്ടാവുന്ന fruits. And several species of birds are sighted in Ladakh. ഏതൊക്കെ ബേർഡ്സ് ആണ്? റോബിൻസ്, റെഡ് സ്റ്റാർട്സ്, ടിബറ്റൻ സ്നോക്കോക്ക്, റാവൻ ആൻഡ് ഹൂപ്പു ആർ കോമൺ. Some of these are migratory birds. ചിലത് migratory birds ആണ്. Animals of Ladakh are wild goats, wild sheep. ഏതാണ് വൈൽഡ് ഗോട്ട്? വൈൽഡ് ഷീപ്പ്, യാക്ക്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡോഗ് ഒക്കെ ഉണ്ടാവും. ആനിമൽസ് ആർ റീഡ് ടു പ്രൊവൈഡ് ഫോർ ദ മിൽക്ക്, മീറ്റ് ആൻഡ് ഹൈഡ്സ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആനിമൽസിനെ വളർത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, മീറ്റിന് വേണ്ടിയിട്ട്, ഹൈഡിന് വേണ്ടിയിട്ട്. Yak's milk is used to make cheese and butter. ഓക്കെ, നമ്മളിവിടെ കൗ മിൽക്ക് വെച്ചിട്ട് ചീസും ബട്ടറൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ. ലഡാക്കിലുള്ള ആൾക്കാർ എന്ത് വെച്ചിട്ടാ ചീസും ബട്ടറൊക്കെ ഉണ്ടാക്കുന്നത്? യാക്കിന്റെ മിൽക്ക് വെച്ചിട്ടാണ്. ഹെയർ ഓഫ് ദ ഷീപ്പ് ആൻഡ് ഗോട്ട് ഇസ് യൂസ്ഡ് ടു മേക്ക് വൂളൻസ്. ഷീപ്പിന്റെയും ഗോട്ടിന്റെ ഒക്കെ ഹെയർ വെച്ചിട്ട് എന്തുണ്ടാക്കാറുണ്ട്? വൂളന് ഉണ്ടാക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പീപ്പിളിനെ പറ്റിയിട്ടാണ്, ലഡാക്കിലെ ആളുകളെ പറ്റിയിട്ടാണ്. പീപ്പിൾ ഓഫ് ലഡാക്ക്. Do you find any resemblance between the people of Ladakh and the inhabitants of Tibet and Central Asia? The people here are either Muslims or Buddhist. Muslims or Buddhist ആയിരിക്കും. In fact, several Buddhist monasteries dot the Ladakhi landscape with their traditional gompas. Some famous monasteries are Hemis, Tikse, She and Lamayuru. Okay, famous monasteries are Hemis, Tikse, She and Lamayuru.
And the summer season important ആണ്. In the summer season, the people are busy cultivating. നല്ല വെള്ളത്തിന്റെ അളവ് കുറവുള്ള അല്ലെങ്കിൽ സമ്മർ സീസണിൽ എന്താണ് ബാർലി, പൊട്ടറ്റോ, പീസ്, ബീൻസ്, ടാണിപ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് സമ്മർ സീസണിൽ. ഇനി climate in winter month is so harsh that people keep themselves engaged in festivals and ceremonies. The women are very hard working. അല്ലെ സമ്മർ സീസണിലാണ് അവർ എന്ത് ചെയ്യുന്നത് ആ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൃഷികൾ ബാർലി പൊട്ടറ്റോ ഒക്കെ കൃഷി ചെയ്യും. വിന്റർ സീസണിൽ അവർ കൂടുതലായിട്ടും അവരുടെ ഫെസ്റ്റിവൽസ് അവരുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഏത് സീസണിലാണ് വിന്റർ സീസണിലാണ്. They work not only in the house and fields but also manage small business and shop. അപ്പം ഇവിടുത്തെ ഫീമെയിൽസ് വിമൻ എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണ്. അവര് വീട്ടിലും അതുമല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫീൽഡിലും മാത്രമല്ല അവർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അവിടുത്തെ ഫീമെയിലിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. സോ ലേ the capital of Ladakh. ലഡാക്കിന്റെ ക്യാപിറ്റൽ എന്താണ് ലേ. Leh, the capital of Ladakh, is well connected both by road and air. അപ്പോൾ അവിടെ നല്ല റോഡ് കണക്ഷൻസ് ഉണ്ട്, എയർവേസും നല്ല സൂപ്പറാണ്. The National Highway 1A connects Leh to Kashmir Valley. നാഷണൽ ഹൈവേ അപ്പം റോഡ് കണക്ഷൻസ് നല്ല പ്രോപ്പർ കണക്ഷൻസ് ഉണ്ട്, എയർ കണക്ഷൻസും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നാഷണൽ ഹൈവേ 1A കണക്ട്സ് ലേ to Kashmir Valley through the Zojila Pass. ഓക്കെ, അപ്പൊ അവിടെ പാസസ് ഉണ്ട്. അപ്പൊ സോജില പാസ് വഴിയാണ് എന്ത് ചെയ്യുന്നത് നാഷണൽ ഹൈവേ 1A കണക്ട്സ് ലേ ടു കാശ്മീർ വാലി. Tourism is a major activity with several tourists streaming in from within India and abroad. അപ്പം ലഡാക്കിൽ ടൂറിസം എന്താണ് വളരെ അല്ലെ ആ ഒരു ടൂറിസം അത്തരം ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യും ആ ടൂറിസമായിട്ട് പോകാറുണ്ട്. ടൂറിസത്തിന് പറ്റിയൊരു സ്ഥലമാണ്. വിസിറ്റ് ടു ദ ഗോംപാസ് treks to see the meadows and glaciers, witnessing ceremonies and festivities are important activities. അപ്പം അവിടുത്തെ ഗ്ലേഷ്യേഴ്സ് അവിടുത്തെ സെറമണീസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആൾക്കാരെ വിസിറ്റ് ചെയ്യാറുണ്ട്. Life of people is undergoing change due to modernization, but the people of Ladakh have over the centuries learned to live in balanced and harmony with nature. അല്ലെ നമ്മൾ ഓരോ സീസൺ അനുസരിച്ചും ആൾക്കാരുടെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലഡാക്കിലെ ആൾക്കാർ എന്താണ് അവരൊരു ഹാർമോണിയസ് ലൈഫായിട്ട് ഇങ്ങനെ ലീഡ് ചെയ്ത് പോകുന്നുണ്ട്. ഡ്യൂ ടു സ്കാസിറ്റി ഓഫ് റിസോഴ്സസ് ലൈക്ക് വാട്ടർ ആൻഡ് ഫ്യൂവൽ, they are used with the reverence and care. Nothing is discarded or wasted. അല്ലെ അവിടെ റിസോഴ്സസ് വളരെ സ്കാസിറ്റി ഉണ്ടല്ലേ, മഴയൊക്കെ കുറവാണ് അല്ലെ, 10 സെന്റിമീറ്റർ റെയിൻ ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ മഴ കുറവാണ്, അവിടെ റിസോഴ്സസ് കുറവാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാര് വളരെ കെയർഫുൾ ആയിട്ടാണ് അവിടെയുള്ള റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഫാക്ട് പറഞ്ഞുതരാണ്. The Chidu or the Tibetan antelope is an endangered species. It is hunted for its wood known as chartreuse, which is light in weight and extremely warm. അതുപോലെ തന്നെ the finest cricket bats are made from the wood of the willow trees. willow treesന്റെ wood വെച്ചിട്ടാണ് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, ചെറിയ കുഞ്ഞു ചാപ്റ്റർ ആണ് അല്ലെ, ലൈഫ് ഇൻ ദ ഡെസേർട്ട്. അതിനകത്ത് നമ്മൾ നല്ല ഹോട്ട് ഡിസേർട്ടിന്റെ കഥയും പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പം കോൾഡ് ഡിസേർട്ട് ആയിട്ടുള്ള ലഡാക്കിന്റെ കഥയും പറഞ്ഞു അല്ലെ. ഹോട്ട് ഡിസേർട്ടിലുള്ള സഹാറയത്തെ പീപ്പിൾ എങ്ങനെയാണ്, അവിടുത്തെ ഫ്ലോറ എങ്ങനെയാണ്, അവിടുത്തെ ഫോണ എന്താണ്, അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇവിടെ നമ്മളിപ്പം ലഡാക്കിലെ കാര്യവും നമ്മൾ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലഡാക്കിനെ പറ്റി പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. കോൾഡ് ലഡാക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഒത്തിരി റിവേഴ്സ്, ഇൻഡസ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, ഗ്രൂവ്സ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ജോർജസ് ഫോം ചെയ്യുന്നുണ്ട്.
ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞു അല്ലെ. കാർഗിൽ മുതൽ കാരക്കോണം, കാർഗിൽ 3000 മീറ്റർ ആണെങ്കിൽ കാരക്കോണത്തിൽ 8000 മീറ്റർ വരെ ഹൈറ്റിൽ പോകുന്നുണ്ട് അല്ലെ. അവിടെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു അല്ലെ, നെഗറ്റീവ് ടെമ്പറേച്ചർ 0 to -30°C വരെയൊക്കെ ടെമ്പറേച്ചർ പോവാറുണ്ട്. മഴ വളരെ കുറവാണ്, 10 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവാറുള്ളൂ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് അല്ലെ, കാല് തണലിലേക്ക് വെച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രോസ്റ്റ് ബൈറ്റും അതുപോലെ തന്നെ സൺസ്ട്രോക്കും അറ്റ് എ ടൈം നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ ലഡാക്കിന്റെ വേർഡ് മീനിങ്, അവിടുത്തെ ഫ്ലോറയെ പറ്റി പറഞ്ഞു, അവിടുത്തെ ഫോണയെ പറ്റി പറഞ്ഞു, അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ ഫീമെയിൽസിനെ നമ്മൾ എടുത്തു പറഞ്ഞു അല്ലെ. ലഡാക്കിലെ ഫീമെയിൽസ് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഹോമും ഫീൽഡ്സും നോക്കും, അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ബിസിനസ്സും അതുപോലെ തന്നെ ഷോപ്പൊക്കെ നടത്തി മാനേജ് ചെയ്ത് പോകുന്ന ഫീമെയിൽസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് അല്ലെ, നല്ല സമ്മർ സീസണിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു, അവര് ഈ കൃഷി ചെയ്യുകയൊക്കെ ചെയ്യും. ഇനി അതേ സ്ഥാനത്ത് നല്ല വിന്റർ സീസൺ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അവിടെ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്നത് ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി പേരെ ടൂറിസം എന്ന് പറയുന്നത് അവിടെ ഒത്തിരി ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു മേഖലയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അവിടുത്തെ ലൈഫ് ഓഫ് ദ പീപ്പിൾ അല്ലെ, അവിടുത്തെ ആൾക്കാർ, അവിടെ റിസോഴ്സസ് വളരെ പരിമിതമാണെന്ന് അവർക്ക് അറിയാം അല്ലെ. മഴയൊക്കെ കുറവാണ്, അവിടെ ഓവറോൾ റിസോഴ്സസ് എല്ലാം കുറവാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ വളരെ പരിമിതമായിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. അവർ നന്നായിട്ട് ഫ്യൂച്ചർ മുന്നിൽ കണ്ടിട്ടാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അവരൊരു സാധനം പോലും എന്ത് ചെയ്യില്ല, ഡിസ്കാർഡ് ചെയ്യോ വേസ്റ്റ് ചെയ്യോ ഒന്നും ചെയ്യാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. വളരെ ഒരു ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, കുഞ്ഞി ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ബാക്കി വേറൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ കാണാം. താങ്ക് യു.